ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് ആണെങ്കിലോ മനസ്സ് അസ്വസ്ഥമായിരിക്കുകയാണ്. കാരണം ശ്രീനാഥിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒരു സ്വപ്നം കാണുകയാട്ടോ ചെയ്യണത്. കാരണം അമ്പലത്തിൽ വെച്ച് വർഷയും അതുപോലെ തന്നെ ശ്രീനാഥും കണ്ടുമുട്ടുന്നത്. അങ്ങനെ വർഷ ചെന്നിട്ട് ശ്രീനാഥിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന വിവേക് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷമത്തോടു കൂടി തന്നെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ താൻ കണ്ടത് സ്വപ്നമാണെന്ന് വിവേകിന് തിരിച്ചറിയുന്നു കേട്ടോ. ഒരു ടെൻഷനോട് കൂടി നിൽക്കുക കേട്ടോ വിവേകിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തന്നെ അഭിയാണെങ്കിലോ തൻ്റെ ഉറക്കം കെടുത്തിയ ഒരാളാണ് ശ്രീനാഥ്. ശ്രീനാഥിനെ കുറിച്ചുള്ള മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. അയാൾ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം. തൻ്റെ മനസ്സിൽ അയാളുടെ ഒരു ക്രഷ് തോന്നിക്കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വർഷയെ വിളിച്ചിട്ട് തനിക്ക് ഉറക്കം വരുന്നുണ്ടോ, എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല, അത് വിശന്നിട്ടായിരിക്കും എന്ന് വർഷ പറയുന്നുണ്ട്. വിശന്നിട്ടൊന്നും അല്ല. അങ്ങനെ അഭി ശ്രീനാഥിനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം തന്നെ വർഷയാണെങ്കിലോ ജോലിക്ക് പോകാനായിട്ട് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് 5 വരുന്നുണ്ട്. എനിക്കിന്ന് മറ്റൊരാഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊതിച്ചോറ് കഴിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇനി ഇന്ന് പൊതിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കൊണ്ടുപോകുന്നുള്ളത് വർഷയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ അമ്മച്ചി തനിക്ക് പൊതിഞ്ഞ് തരാവുന്ന രീതിയിൽ തന്നെ ഇലയെടുത്ത് പൊതിഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. അവിടേക്ക് അഭിയും വരുന്നുണ്ട്. ഇത് രണ്ട് കാണുമ്പോഴത്തേനും അഭിക്കും വർഷയ്ക്കും അങ്ങ് വെള്ളം ഓരുന്നുണ്ട് കേട്ടോ വായിൽ. അപ്പോഴത്തേനും ഇത് കുറച്ച് കൂടുതൽ ചോറുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇത് രാഹുലേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞങ്ങൾക്കും ആഗ്രഹം പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോയി കഴിക്കാനായിട്ട്. ഇന്ന് ഞാൻ എന്തായാലും പാക്ക് ചെയ്തു. നാളെ എനിക്കും പൊതിച്ചോറ് കൊണ്ടുപോകണം എന്നുള്ളത് വർഷ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന അഭി പറയുന്നുണ്ട്, എനിക്ക് നാളേക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം തന്നെ ഇന്ന് തന്നെ എനിക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. വർഷയാണെങ്കിലോ അഭി നീ ഇപ്പം എണീറ്റ് വന്നതേ ഇല്ലേ ഉള്ളൂ, പിന്നെ ഇനി പല്ല് തേച്ച് കുളിച്ച് നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും ഉച്ചയാവും, നീ ഭക്ഷണം കഴിച്ചിട്ട് പോന്നാൽ മതി എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ പൊതിച്ചോറ്, അങ്ങനെയും സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ രാഘവൻ വർഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സ്ഥലം, അതായത് വീട് കിട്ടാൻ വേണ്ടിയിട്ട് വർഷയുടെ സൈൻ വേണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മോള് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ നീ പോവാൻ നോക്ക്, നിൻ്റെ കൂടെ ഞങ്ങളും വരാം. 5 പറയുന്നുണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവളുടെ കൂടെ പോവാം, ആ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ വായിച്ചതിന് ശേഷം മാത്രമേ വർഷയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട് അയാൾക്ക് അത് എഴുതി കൊടുക്കുകയല്ലേ നല്ലത്. ഒരു കാലത്ത് എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചൊരു മനുഷ്യനാണ്, പിന്നെ എൻ്റെ ആച്ചയുടെ അച്ഛനും അല്ലേ. അയാളിങ്ങനെ തെരുവിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ല എന്നുള്ളത് ഒരു മുദ്രപേപ്പറിൽ അയാളും എനിക്ക് എഴുതി തരണമെന്ന് അഭിവാശി പിടിക്കുന്നുണ്ട്. അഞ്ജു പറയുകയാണ് അതായിരിക്കും നല്ലത്, അത് നല്ലൊരു ഐഡിയ ആണ്, ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഭി നമ്മുടെ വർഷയുടെ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ ഫ്രണ്ടിനെയും കൂടിയിട്ടാണല്ലോ ഇന്നത്തെ വരവ്. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ എഗ്രിമെൻ്റ് അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഈ മുദ്രപേപ്പറിലും നിങ്ങൾ ഒപ്പിടണമെന്ന് പറയുന്നത്. ആണെങ്കിലോ താൻ എഴുതിയിട്ടുള്ള ആ ഒരു പേപ്പറൊക്കെ എൻ്റെ വക്കീലിനും കാണണം, കണ്ടിട്ട് വേണം തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് വർഷ തന്നിട്ടുള്ള ഈ പേപ്പർ വായിച്ച് നോക്കുകയൂടെ വേണ്ട, എൻ്റെ മോളെ എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അഭി ആ പേപ്പർ വായിക്കുമ്പോൾ വർഷ ഇതിൽ നീ ഒരിക്കലും ഒപ്പിടരുത്, അന്ന് നീ അമ്മയ്ക്കും അതുപോലെ ആച്ചയ്ക്കും വേണ്ടിയിട്ട് അവിടെ വയനാട്ടിൽ പോയി സൈൻ ചെയ്തില്ലേ, ക്യാഷിന് വേണ്ടിയിട്ടൊക്കെ അവരുടെ നഷ്ടപരിഹാരം, അതുവരെ ഇയാൾ എഴുതിയെടുക്കാനുള്ള പണിയാണ്, നീ ഒരിക്കലും ഈ പേപ്പറിൽ ഒപ്പിടരുത്, ഇത് നിന്നെ ചതിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ദേഷ്യം വന്നിട്ട് അഭി ആ പേപ്പർ വലിച്ചു കീറുന്നു കേട്ടോ. ഇയാളൊരു ചതിയനാണ്, ഇയാൾ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇയാൾ നന്നാവില്ല. അങ്ങനെ തന്നെ അയാളും ആ ഒരു പേപ്പറും വലിച്ചു കീറുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഒരു പേപ്പറിൽ ഒപ്പിടാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്കും പറ്റില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് അതും കീറിക്കളയുന്നു. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, ഞാൻ ഒരിക്കലും നന്നാവില്ലടി, നിനക്കിപ്പോൾ എന്താണ്, ഞാൻ അങ്ങനെ നന്നാവും വിചാരിക്കണ്ട, നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം തന്നെ അഭി പറയുന്നുണ്ട് വർഷം നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇന്ന് നീ ഡ്യൂട്ടിക്ക് പോകണ്ട, എൻ്റെ കൂടെ വക്കീൽ ഓഫീസിലേക്ക് വായോ എന്ന് പറയുന്നു. ഇതൊന്നും കുഴപ്പമില്ല അഭി, ഇതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, ഞാൻ എന്തായാലും എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. പിന്നെ രാഹുലിനെയും അഞ്ജുവിനെയും കാണിക്കുന്നത് അത് പൊതിച്ചോറും കൂട്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഞാനീ പൊതി കെട്ടിയപ്പോൾ അവർ വിചാരിച്ചു രാഹുലിന് കൂടി കൊടുക്കണം എന്നുള്ളതാണെന്നാ അവർ വിചാരിച്ചിട്ടുണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം കൂടി വാങ്ങിക്കാൻ ഗതിയില്ലാത്തവനാണ് ഞാനെന്നാ. അങ്ങനെയൊന്നുമല്ല,
നമ്മൾ റൊമാൻറ്റിക്കായിട്ട് ഒരുമിച്ച് കഴിക്കാനെന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ആൻറ്റി എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവാം. അച്ഛനുണ്ടാക്കിയ വീട്ടിലേക്ക്. നിന്നെയും കൊണ്ട് ഞാനില്ല. സ്വന്തമായിട്ടൊരു ജോലി ചെയ്തിട്ട് നിന്നെ പുകഴ്ത്താം. ഒരു വാടകയ്ക്ക് നമുക്ക് വീടെടുക്കാം എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ശരിയാവില്ല അഞ്ജു, കുറച്ചും കൂടി സമയമാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. താൻ വിഷമിക്കേണ്ട, തൻ്റെ ആൻറ്റിയുടെ വാക്ക് ഞാൻ പാലിക്കുമെന്നൊക്കെ രാഹുലും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് വിവേകിനെയും അച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ആ കുട്ടിയെ തന്നെ വേണോടാ, അവളുടെ ജാതകത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, ഇപ്പോൾ അതാ വേറൊരു പുരുഷൻ വരാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കേ അറിയില്ല. എനിക്ക് അവളെ തന്നെ മതി അച്ഛ, കാരണം എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം എന്താ ചെയ്യുക. അതിനുശേഷം തന്നെ വസുന്ധര വരുന്നുണ്ട്. എന്തായാലും അവളെ വേണം, നിനക്ക് ഇത്ര വാശിയാണല്ലോ, പിന്നെ ജോലി കിട്ടാതെ ഒന്നും കാര്യം നടക്കില്ല. രണ്ടാൾക്കും ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിവാഹം നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഒരു അമേരിക്കൻ കമ്പനിയെക്കുറിച്ച് വിവേക് പറയുന്നുണ്ട്. 6 മാസത്തിനകത്ത് ഈ ഒരു കമ്പനിയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതല്ലേ നല്ലത്. പിന്നെ ഇവരുടെ ജാതകപ്രകാരം ഇവരുടെ നിശ്ചയ ഡേറ്റ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ധനപാലൻ പറയുന്നുണ്ട്. അങ്ങനെ വസുന്ധരയ്ക്ക് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും കാണണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വസുന്ധര പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേകിന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ നിശ്ചയ ഡേറ്റ് ഉറപ്പിച്ചു. അതിനുള്ളിൽ ഇനി ശ്രീനാഥ് വരുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം കേട്ടോ. അത്രയും കാണിച്ചു നിന്ന് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.